നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് AI കുറിച്ചാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും AI ആണ്. വീഡിയോ നിർമ്മിക്കാൻ AI, ഫോട്ടോ നിർമ്മിക്കാൻ AI. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഫോട്ടോ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ ChatGPT പോലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവർ നല്ല നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള നല്ല ഫോട്ടോസൊക്കെ AI നിർമ്മിച്ച് തരുന്നുണ്ട്. പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ സെർവറിൽ അവർ സേവ് ചെയ്യും. അവരുടെ മോഡലുകളെ പരിശീലിപ്പിക്കാനായിട്ട് ഇതവർ ഉപയോഗിക്കും. നമ്മളിത് അറിയത്തില്ല. നമുക്ക് ഫോട്ടോ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഫോട്ടോ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവർ അവരുടെ മോഡലുകളെ പരിശീലിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഗൂഗിൾ ജെമിനിയിലായാലും മറ്റേ ChatGPTയിലായാലും അവർക്കത് ഉപയോഗിക്കാനുള്ള ഇത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട്. ഇത് പലരും വായിച്ച് നോക്കാതെയാണ് നമ്മൾ സബ്മിറ്റ് അടിച്ച് വിടുന്നത്. എന്നിട്ട് നമ്മളിത് ഉപയോഗിക്കും. നമ്മളുടെ ഫോട്ടോസൊക്കെ എടുത്ത് അവർ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മളോട്ട് അറിയത്തുമില്ല. പിന്നെ അവരുടെ പ്രൈവസി പോളിസിക്ക് എതിരായിട്ടുള്ള ഫോട്ടോസൊന്നും അവർ നിർമ്മിച്ച് നൽകുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സെർവറിൽ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അത് ഓഫ് ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഫോട്ടോസൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ നമ്മൾ സമ്മതം കൊടുക്കുന്നതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അത് ഓഫ് ചെയ്ത് വയ്ക്കുക. അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോട്ടോസൊന്നും അവർ ഉപയോഗിക്കത്തില്ല. ഹിസ്റ്ററിയൊന്നും നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫോട്ടോൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രോമിറ്റിൻ്റെ ഹിസ്റ്ററിയൊന്നും അതിൽ സേവ് ആകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മാത്രം എല്ലാവരും ഉപയോഗിക്കുക. ഇത് പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിൾ ജെമിനിയിലായാലും ChatGPTയിലായാലും അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് അത് ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.